വയനാട് ടൗൺഷിപ്പിൽ ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിച്ചു നൽകിയ വീട്ടിൽ വെള്ളം കിഴിഞ്ഞത് സംബന്ധിച്ച രാഷ്ട്രീയ പോര് തുടരുകയാണ്. ചോർച്ച പരിശോധിച്ച റവന്യൂ മന്ത്രി കെ രാജന്റെ നടപടി നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. വിള്ളൽ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. കെ രാജനെ പരിഹസിച്ച് ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നു. ടൗൺഷിപ്പിലെ വീട്ടിൽ വിള്ളലില്ലെന്ന റവന്യൂ മന്ത്രി കെ രാജന്റെ വാദം വീട്ടുടമ നൌഫൽ തള്ളിപ്പറഞ്ഞതോടെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. രാജന്റേത് നാടകമെന്നും ചോർച്ച പരിശോധിക്കേണ്ടത് എഞ്ചിനീയറാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പിന്നെ മന്ത്രി മേശയുടെ പുറത്ത് കയറി എന്ത് നാടകമാണ്? മന്ത്രിയാണ് മേശയുടെ പുറത്ത് കയറിയിട്ട് മന്ത്രിയാണ് ചോർച്ചയുണ്ടെന്ന് പരിശോധിക്കേണ്ടത്, പെൻസിൽ മാർക്കാണെന്ന് പരിശോധിക്കുന്ന മന്ത്രിയാണോ? ഗുരുതരമായ ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിൽ തന്നെ. ഇത് തന്നെ ഏച്ചു കെട്ടിയ ഉദ്ഘാടനമാണ് അവിടെ നടത്തിയത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വാസയോഗ്യമല്ലാത്ത ഒരു വീടും ദുരന്തബാധിതർക്ക് കൊടുക്കില്ലെന്നും പ്രതികരണം. ഈ വയനാട് ടൗൺഷിപ്പിലെ ദുരന്തബാധിതർക്കായി നിർമ്മിച്ചിരിക്കുന്ന വീടുകളെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. സർക്കാരിന് ഇക്കാര്യത്തിൽ വലിയ ജാഗ്രതയുണ്ട്. ഗുണനിലവാരം 100% ഉറപ്പാക്കാതെ ഒരു വീട് പോലും ഞങ്ങൾ ദുരന്തബാധിതർക്ക് കൈമാറില്ല. മന്ത്രി കെ രാജനെ പരിഹസിച്ച് ചാണ്ടിയുമ്മൻ രംഗത്തെത്തി. നമുക്ക് പുതിയൊരു മന്ത്രിയല്ലേ, പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്ന് ഞങ്ങൾക്കെല്ലാം തോന്നുന്നു. കാരണം കൃത്യമായി വീടിൻ്റെ പ്രശ്നങ്ങൾ, അതിന് യാതൊരു വിള്ളലും ഇല്ല എന്ന് രേഖപ്പെടുത്താൻ പറ്റിയ കൃത്യമായ ഒരു തൃശ്ശൂരുകാരനായ ഒരാളെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. വെള്ളം കെട്ടി നിർത്തി പരിശോധിക്കുന്ന പോണ്ടിംഗ് ടെസ്റ്റ് നടത്തിയതിന് പിന്നാലെയാണ് വെള്ളം കിനിയുന്നുണ്ടെന്ന് അധികൃതർ മനസ്സിലാക്കിയത്. ശേഷം ഈ ഭാഗത്ത് ഇപ്പോക്സി കോട്ടിംഗ് അടിച്ച ശേഷം വീണ്ടും പോണ്ടിംഗ് ടെസ്റ്റ് നടത്തി. വെള്ളം കെട്ടി നിർത്താൻ രണ്ടാമതുണ്ടാക്കിയ സംവിധാനം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. നൌഫലിന്റെ വീടുൾപ്പെടെ ആദ്യഘട്ട വീടുകളിൽ രണ്ടാം ഘട്ട കോൺക്രീറ്റിംഗിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.